നമുക്ക് തുടങ്ങാം അല്ലേ? തുടങ്ങാം. ഇത് ക്രിസ്മസിന് ഒരുക്കമായിട്ടുള്ള ഒരു 25 ദിവസം ഡിസംബർ മാസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ പ്രഭാതത്തിന് അതിൻ്റെ ഒരു സുഖമുണ്ട്, ഒരു കുളിർമയുണ്ട്. അപ്പോൾ ഇന്നിവിടെ ഞങ്ങൾ കൊണ്ടുവരുന്ന ഒരാശയം, ക്രിസ്മസിന് എങ്ങനെ ഒരുങ്ങാമെന്ന് എല്ലാവരും ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണല്ലോ. ഉണ്ണീശോയ്ക്ക് പുൽക്കൂട്, ഉണ്ണീശോയ്ക്ക് കളിപ്പന്ത്, ഇതൊക്കെ കൊടുക്കാൻ വേണ്ടി നമ്മൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാലം. വ്യത്യസ്തമായിട്ട് നമുക്ക് എങ്ങനെ ക്രിസ്മസ് ആഘോഷിക്കാം എന്നുള്ളതിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് 27-ാം തീയതി മനോരമ പത്രത്തിൽ ഒരു ആർട്ടിക്കിൾ വായിക്കാനിടയായത്. കൂടൊഴിയും മുമ്പ്. അതെ, അതാണ്. 2 ദിവസം ധ്യാനിച്ച ഒരു വിഷയം അത്. വെരി ഗുഡ്. അത് അങ്ങനെ ഒരു വിളി വന്നപ്പോ തന്നെ എനിക്ക് വലിയ സന്തോഷമായിരുന്നു. വെരി ഗുഡ്. അപ്പോൾ ഈ കൂടൊഴിയും മുമ്പേ എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിൾ വന്നത് ഒരുവിധം എല്ലാവരും വായിച്ചു കാണുമെന്ന് വിചാരിക്കുന്നു. എന്നാലും സിസ്റ്റർ ജോസിയ, ഇങ്ങനെ പത്രം അതൊരു അങ്ങനെ എല്ലാവരും വായിക്കാൻ സാധ്യത കുറവാണ്. അതിനെക്കുറിച്ച് ചെറു വിവരണം നമ്മളിവിടെ കൊടുക്കുന്നത് നല്ലതാണ്. തീർച്ചയായിട്ടും. ഇത് സ്വീഡിഷ് വനിത, ഒരു മർഗരീത്ത മഗ്നോസ എന്ന് പറയുന്ന ഒരു ലേഡി എഴുതിയ പുസ്തകത്തെ കുറിച്ച്, രാധിക പത്മാവതി എന്ന് പറയുന്നത് ജെന്റിൽ ആർട്ട് ഓഫ് സ്വീഡിഷ് ഡെത്ത് ക്ലീനിങ്, അതാണ് പുസ്തകത്തിന്റെ പേര്. അതിനകത്ത് രാധിക പത്മാവതി എന്ന് പറയുന്ന ഒരു എഴുത്തുകാരിയായ ഒരു വനിത അതിനെക്കുറിച്ചൊരു റിവ്യൂ എഴുതിയിരിക്കുന്നതാണ് ശ്രദ്ധയപ്പെട്ടത്. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട 3 ആശയങ്ങളാണുള്ളത്. അവരതൊരു ഡെത്ത് ക്ലീനിങ്, മരണത്തിന് ഒരുക്കമായിട്ടാണ്. പക്ഷെ നമ്മളെ സംബന്ധിച്ച് ഇത് നിത്യതയിലേക്കുള്ള ഒരു യാത്രയാണല്ലോ. അപ്പൊ എപ്പോഴും നമ്മൾ ഒരുങ്ങിയിരിക്കണം. അതിനുവേണ്ടി ചെയ്യേണ്ട മറ്റുള്ളവർക്ക് സഹായകമാകാൻ, എനിക്ക് ഒരു സ്വസ്ഥത കിട്ടാൻ, ശാന്തമായി യാത്രയ്ക്ക് പോകാൻ, അതിന് വേണ്ടി കൈമാറാൻ, സൂക്ഷിക്കാൻ, കളയാൻ. അങ്ങനെയാണ് 3ആയിട്ട് അതിനെ തിരിച്ചിരിക്കുന്നത്. നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ, എക്സസ് ആയിട്ടുള്ള സാധനങ്ങൾ, തീർച്ചയായിട്ടും നമുക്കറിയാം, ഒരു 6 മാസത്തിലധികം നമ്മുടെ കയ്യിൽ ഒരു സാധനം ഉപയോഗിക്കാതിരുന്നാൽ അതിനർത്ഥം എൻ്റേതല്ല, പിന്നീട് ഒരിക്കലും നമുക്ക് അതിന് ഉപയോഗം വരികയില്ല. അപ്പം അതുകൊണ്ട് നമ്മളുടെ ഒരു ജീവിതത്തെ, നമ്മളുടെ ഇതിനകത്ത് പിന്നെ പറയുന്ന ഒരാശയം മിനിമലിസം എന്ന് പറയുന്ന ഒരാശയമാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, കീപ്പിംഗ് തിങ്സ് മോർ സിമ്പിൾ. അതായത് ഒരു ലളിത ജീവിതം. ലളിത ജീവിതം നമ്മൾ എപ്പോഴും ആഗ്രഹിക്കുന്നതാണ്. നമ്മുടെ ആഘോഷം, നമ്മുടെ വ്യക്തി ജീവിതം, നമ്മുടെ സംസാരം എല്ലാം ലളിതമാകണം. അതിന് നമ്മളെ സഹായിക്കുന്ന ഒരു ഉപാധിയാണ് ഈ ക്ലീനിങ്. ഈ ക്ലീനിങ് അപ്പം നമുക്ക്, അതായത് ഈ ഒരാഴ്ച, ഇത് 4 ആഴ്ചയാണല്ലോ ക്രിസ്മസിനുള്ളത്. ഈ ആഴ്ച എവിടെ ആരംഭിക്കാം, ഇതിന് എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നൊന്ന് ചിന്തിക്കുന്ന ഉചിതമാണെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും. എനിക്ക് എന്റെ മനസ്സിൽ തോന്നുന്നു, നമുക്ക് ഈ ഡെത്ത് ക്ലീനിങ് എന്നുള്ള പേര് മാറ്റി ക്രിസ്മസ് ക്ലീനിങ് എന്നുള്ള പേരിലേക്ക് അത് മാറിക്കഴിയുമ്പോൾ അതിന് കുറച്ചുകൂടി ഒരു ബ്യൂട്ടി ഉണ്ടെന്ന് തോന്നുന്നു. അതിന് വേണ്ടിയിട്ട് ഇതിനകത്ത് വീണ്ടും അവർ പറയുന്ന ഒരു ആശയം, ഒരു ചാരിറ്റി ബോക്സ് സൂക്ഷിക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ അത് നമ്മുടെ കമ്മ്യൂണിറ്റികളിൽ പ്രാവർത്തികമാക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത്. ആദ്യമായിട്ട് നമുക്ക് വേണ്ട ഒരു അനുവാദം ചോദിക്കുക. തീർച്ചയായും. അനുവാദം ചോദിച്ച അധികാരിയുടെ അനുവാദത്തോടു കൂടി എൻ്റെ പെട്ടി, എൻ്റെ സ്ഥലം, എൻ്റെ അലമാര, ഞാൻ ഉപയോഗിക്കുന്ന വസ്തുക്കൾ എല്ലാറ്റിനെയും ഒന്ന് ഈ ഒരാഴ്ച ഒന്ന് ക്ലീൻ ചെയ്യുക, ഒന്ന് അടുക്കി പെറുക്കി, എന്നിട്ട് വേണ്ടാത്തതിനെ ആ ബോക്സിലേക്ക് മാറ്റാൻ. ബോക്സിൽ മാറ്റി കഴിഞ്ഞാൽ നമുക്ക് കൊടുക്കാനിട ഇടങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. നമ്മെ കാത്തു നിൽക്കുന്നവർ ഇഷ്ടം പോലെയുണ്ട്. അപ്പോൾ അതിനു വേണ്ടി നമുക്കൊരു ക്ലീനിങ് സെഷൻ തന്നെ ആദ്യം നടത്താം. അതെ. അപ്പൊ 4 ആഴ്ചകളെ നമുക്ക് ആദ്യത്തെ സെഷനെ ഒരു ക്ലീനിങ് സെഷനാണ്. മീൻസ് നമ്മുടെ ഭൗതിക വസ്തു. അതാണ് നമ്മുടെ ഭൗതിക വസ്തുക്കൾ, നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ, നമ്മുടെ അലമാര, നമ്മുടെ പെട്ടി, ഇതിനെ ക്ലീൻ ചെയ്യുക. നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങൾക്ക് ആവശ്യക്കാർ പുറത്ത് ഒരുപാട് പേരുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. അപ്പൊ നമ്മളുടെ കമ്മ്യൂണിറ്റികളിൽ ഈ ഒരു ചാരിറ്റി ബോക്സ് ഇന്ന് 1-ാം തീയതിയാണ്. ഇന്ന് മുതൽ 25 ദിവസത്തേക്ക് നമ്മളുടെ കമ്മ്യൂണിറ്റികളിൽ അധികാരികളുടെ അനുവാദത്തോടും അറിവോടും കൂടി നമ്മൾ ചാരിറ്റി ബോക്സ് സ്ഥാപിക്കുന്നു. ഈ ഒരു ജീവിതം കൂടുതൽ ലളിതമാക്കി തീർക്കാനായിട്ടുള്ള ഒരു സാധ്യത നമ്മൾ തുറന്നെടുക്കുന്നു. നമ്മൾ ഓർക്കണം, അറിയാത്ത ഒരു ദേശത്തേക്ക് ശൂന്യമായ കരങ്ങളുമായിട്ട് പോകാനുള്ളവരാണ് നമ്മൾ. ആ ഒരു ബോധ്യം നമുക്കിത് ഊട്ടി ഉറപ്പിക്കട്ടെ എന്നാണ് നമ്മുടെ പ്രാർത്ഥന. അതിനുള്ള സാധ്യതകളാണ് ഇത് ഒരുക്കുകയും ചെയ്യുന്നത്. അതിന് നമുക്ക് ഇന്ന് തന്നെ ഇവിടെ ആരംഭിക്കാം എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു, ഈ ആശയം ഉള്ളിലേക്ക് ആദ്യം വന്നത് നമ്മുടെ ഉള്ളിലായതുകൊണ്ട് നമുക്ക് തന്നെ അതിനൊരു തുടക്കമിടാമെന്ന് എനിക്ക് തോന്നുന്നു. ഈ ഒരു സ്ലിപ്പ് ബോക്സ് എൻ്റെ കയ്യിൽ ഏകദേശം ഒരു 6-7 മാസത്തോളം, ഏകദേശം 1 വർഷമായി. ഞാൻ 2 ഒന്നിച്ചാണ് വാങ്ങിച്ചത്. കണ്ടപ്പോൾ ഇത് 2 ഭയങ്കരമായിട്ട് ആവശ്യം വരുമെന്ന് വിചാരിച്ച് 2 ഒന്നിച്ച് വാങ്ങിച്ചതാണ്. പക്ഷേ 1-ാമത്തേത് പോലും പകുതിയായിട്ടില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു നമ്മളുടെ ചാരിറ്റി ബോക്സിലേക്ക്, അതുപോലെ തന്നെ നമ്മളുടെ ക്ലീനിങ്, ഈ ക്രിസ്മസ് ക്ലീനിങ്ങിൻ്റെ നമ്മളുടെ ഈ ആഴ്ചത്തെ ഉദ്ഘാടനം ഇവിടെ വെച്ച് തന്നെ നിർവഹിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. സിസ്റ്റർ ഹേസ്ലെറ്റ് നല്ലൊരു ടീച്ചറാണ്. അപ്പോൾ സിസ്റ്റർ ഹേസ്ലെറ്റിന് ഒരുപാട് കാര്യങ്ങൾക്ക് ഇത് ഉപകരിക്കുമെന്ന് എനിക്ക് തോന്നിയത് കൊണ്ട്
ഈ നമ്മുടെ ക്രിസ്മസ് ക്ലീനിങ് സിസ്റ്റർ ഹേസലറ്റിന് ഈ ഒരു സ്ലിപ്പ് ബോക്സ് കൈമാറി ഞാൻ ഉദ്ഘാടനം ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. സിസ്റ്റർ ഹേസലറ്റെ, താങ്ക് യു. ഒരു ടീച്ചർ എന്നതിനേക്കാൾ സ്നേഹസദന്റെ ഈ ഒരു സാഹചര്യത്തിൽ ഏറെ ഉപകാരപ്പെടും. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു. ആരംഭിക്കാം. ഇന്ന് ഇവിടെ എല്ലാവർക്കും ആശംസകൾ.